പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പേപ്പറോ ബുക്കോ പേനയോ കൊണ്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. നിങ്ങൾക്ക് ഇതിലെല്ലാം കൂടി നമ്മൾ ചവറ് പോലെ വാരി പഠിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എഴുതി എടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കുറേ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളാണ് നമ്മളിവിടെയും പഠിക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ചൂളന്നൂർ എന്താണ് ചൂളന്നൂർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ചൂളന്നൂർ വന്യജീവി സങ്കേതം. അപ്പോൾ എന്താണ്, മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചൂളന്നൂർ വന്യജീവി സങ്കേതമാണ്. നമ്മൾ വേറൊരു പേരിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഏത് പക്ഷി സങ്കേതം? നമ്മുടെ ചൂളന്നൂർ പക്ഷി സങ്കേതം. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്ട? നമ്മുടെ ചൂളന്നൂർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അടുത്ത് കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? നമുക്കറിയാം, ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. അപ്പോൾ ആരായിരുന്നു കെ നീലകണ്ഠൻ? അദ്ദേഹം ഒരു പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ആയിരുന്നു. നമ്മുടെ സലീം അലിയെ പോലെ ഒരു പക്ഷി നിരീക്ഷകരായിരുന്നു നമ്മുടെ കെ നീലകണ്ഠൻ. അപ്പോൾ കെ നീലകണ്ഠൻ്റെ സ്മാരക ആ ഒരു കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ചൂളന്നൂർ, പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ മയിൽ സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിൽ ഈ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നും എന്തറിയപ്പെടുന്നു? നമ്മുടെ ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. അപ്പോൾ ചൂളന്നൂരിൽ എന്താണ് കൂടുതലുള്ളത്? മയിലുകളാണ് അവിടെ കൂടുതൽ ഉള്ളത്. ഓക്കെ, അത്രയും ഓക്കെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. എവിടെയാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതമാണ്. 0.0274 ചതുരശ്ര കിലോമീറ്ററാണ് മംഗളവനം പക്ഷി സങ്കേതത്തിൻ്റെ ചുറ്റളവ്. നമ്മുടെ ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? നമ്മൾ പറഞ്ഞു, എറണാകുളം ജില്ലയിലാണ്. അതേപോലെ തന്നെ എറണാകുളം ജില്ലയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എന്തെന്ന് പറയുന്നു, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതമാണ്. അപ്പോൾ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതം. അടുത്ത പോയിന്റ്, കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് ഇത്? നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതം. ഓക്കെ, അടുത്ത പോയിന്റ്, കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് ഏത് പക്ഷി സങ്കേതം? നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതം. അപ്പോൾ അപൂർവമായിട്ടുള്ള കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ഏതാണ്ട? നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത്
പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് നമ്മുടെ മംഗളവനം. അപ്പം മംഗളവനത്തിൽ നമ്മുടെ കടവാവലുകൾ മാത്രമല്ല, വേറെ ആരൊക്കെയുണ്ട്? നമ്മുടെ ചിലന്തികളുമുണ്ട്. സാധാരണ ചിലന്തികളല്ല, ആകർഷണമായിട്ടുള്ള മാറിപ്പോയി, നമ്മുടെ പലതരത്തിലുള്ള ചിലന്തികളുമുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ആകർഷണമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് നമ്മുടെ മംഗളവനം എന്ന് പറയുന്നത്. മാറിപ്പോയതാണ്, ഓക്കെ. അടുത്ത്, കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതം. അപ്പോൾ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നമ്മുടെ കെ നീലകണ്ഠനാണ്. നമ്മൾ ചൂളന്നൂർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെ അറിയാമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ കെ നീലകണ്ഠൻ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നമ്മുടെ കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മംഗളവനം പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് ഉള്ളത്. സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ദേശീയോദ്യാനങ്ങളാണ്. ദേശീയോദ്യാനങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ എവിടെയുണ്ട്? നമ്മുടെ ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. അടുത്ത്, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഇരവികുളം എവിടെയുണ്ട്? ഇടുക്കിയിൽ 1978 വന്നു. ഇത് നോക്കി വെച്ചേക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PSC ഇപ്പോഴത്തെ പാറ്റേൺ അറിയാമല്ലോ, മാച്ച് ദ ഫോളോയിങ് മിക്കവാറും പരീക്ഷകൾക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കിയിലാണ്, 1978. പെരിയാർ ദേശീയോദ്യാനം അതും ഇടുക്കിയിലാണ്, 1982. അടുത്ത, സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാടാണ്, 1984. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം ഇടുക്കിയിലാണ്, 2003. ആനമുടിച്ചോല ദേശീയോദ്യാനം അതും ഇടുക്കിയിലാണ്, 2003. പാമ്പാടും ചോല ദേശീയോദ്യാനം അതെവിടെയാണ്? അതും ഇടുക്കിയിലാണ്, 2003. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കിയിലാണ്, 1978. പെരിയാർ ദേശീയോദ്യാനം അതും എവിടെയാണ്? ഇടുക്കിയിലാണ്, 1982. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാടാണ്, 1984. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം അത് ഇടുക്കിയിലാണ്, 2003. ആനമുടിച്ചോല ദേശീയോദ്യാനം എവിടെയാണ്? അതും ഇടുക്കിയിലാണ്, 2003. പാമ്പാടും ചോല ദേശീയോദ്യാനം എവിടെയാണ്ട? അത് ഇടുക്കിയിലാണ്, അതും 2003. ശ്രദ്ധിക്കുക, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല, ഈ 3 ചോലകളും ഇടുക്കിയിലാണ്. 3 വന്നത് എന്നാണ്? 2003. ഓക്കെ ആണല്ലോ. അപ്പോൾ മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല ഇത് 3 ഇടുക്കിയിലാണ്, 2003 നിലവിൽ വന്നത്. ഓക്കെ. അടുത്ത്, കേരളത്തിൽ 7ാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ദേശീയോദ്യാനം. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സ് ഇത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ 7ാമതായിട്ട് നിലവിൽ വന്ന ദേശീയോദ്യാനം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് ദേശീയോദ്യാനമാണ്? കരിമ്പുഴ ദേശീയോദ്യാനമാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ 7ാമതായിട്ട് നിലവിൽ വന്ന ദേശീയോദ്യാനം. ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്ത്, ഇരവികുളം ദേശീയോദ്യാനം നമ്മുടെ 1ാമത്തെ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്ന് വന്നു? 1978 വന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്, ഇടുക്കി ജില്ലയിലാണ്, 1978 നിലവിൽ വന്നു. അടുത്ത്, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ 97 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ഇത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ 97 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. അടുത്ത്, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്ട? നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ്. അടുത്ത്, ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ആനമുടിയാണ് പറയുന്നത്. ഈ ആനമുടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആനമുടിയുടെ വലത് ഭാഗത്തൊരു സംഭവമുണ്ട്, ഏതോ ഒരു മലയുണ്ട്, ഇടത് ഭാഗത്തൊരു ഏതോ ഒരു മലയുണ്ട്. അത് ഏതാണെന്ന് അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേരള ഭൂപ്രകൃതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആനമുടിയെക്കുറിച്ച് വായിക്കുമ്പോൾ വായിക്കാനുള്ള ടോപ്പിക്കാണ്. ഓക്കെ.
ഓക്കെ, നമുക്ക് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നു? നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നു? ആനമുടി സ്ഥിതി ചെയ്യുന്നു. രാജമല വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? അത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അപ്പോൾ രാജമല വിനോദസഞ്ചാര കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത്, മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? അത് വരയാടാണ്. അപ്പോൾ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? അത് വരയാടാണ്. അടുത്ത്, ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1975. അപ്പോൾ ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ടെന്ന് പ്രഖ്യാപിച്ചു? 1975 പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്ത്, ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1978. അപ്പോൾ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 1978. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് എന്ന് പ്രഖ്യാപിച്ചു? 1975. അപ്പോൾ ആദ്യം വന്യജീവി സങ്കേതമായിട്ട് 1975 പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനെ ഒരു പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു എന്നാണ് 1978. ഓക്കെ, അടുത്ത്, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? നമ്മുടെ വരയാടാണ്. നീലഗിരി താർ എന്ന് പറയും. അപ്പോൾ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാരാണ്? നമ്മുടെ നീലഗിരി താർ എന്ന് പറയുന്ന വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. അപ്പോൾ വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്ട? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാരാണ്? നമ്മുടെ വരയാടാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാരാണ്? നമ്മുടെ വരയാടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെയാണെന്ന് കരുതുന്നു. അടുത്ത നമ്മുടെ ദേശീയോദ്യാനം പെരിയാർ ദേശീയോദ്യാനമാണ്. അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ PSCക്ക് തോന്നുമ്പോഴൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ എടുത്തിടാൻ പറ്റിയ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആണല്ലോ. അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലായിട്ടാണ്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് നമ്മുടെ കോട്ടമല എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? അത് കോട്ടമലയാണ്. 2019 മീറ്ററാണ്. ഓക്കെ, കോട്ടമലയാണ് പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. അടുത്ത്, പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് താലൂക്കാണ്? നമുക്കറിയാം, പീരുമേട് താലൂക്കാണ്. അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് താലൂക്കാണ്? പീരുമേട് താലൂക്കാണ്. അടുത്ത നമ്മുടെ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. അപ്പോൾ സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് നമ്മുടെ പെരിയാർ ദേശീയോദ്യാനം, അല്ലെങ്കിൽ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്ടാ? നമ്മുടെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. 9.8 കിലോമീറ്റർ ഭാഗം എക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. അപ്പോൾ എത്ര കിലോമീറ്റർ? 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. ഓക്കെ, അടുത്ത്, കേരളത്തിലെ നിത്യഹരിത വനമാണ് നമ്മുടെ സൈലൻറ്റ് വാലി. അപ്പോൾ കേരളത്തിലെ ഒരു നിത്യഹരിത വനം ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. ശ്രദ്ധിച്ചു വച്ചേക്കുക, കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലി. അടുത്ത്, കേരളത്തിലെ ഏക കന്യാവനം. അപ്പോൾ കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? അതും നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ കേരളത്തിലെ ഏക കന്യാവനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? അതും നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? അതും നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൈലൻറ്റ് വാലി എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ,
അടുത്ത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. അടുത്ത് സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 നമ്മുടെ സൈലന്റ് വാലിയെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ്? അത് 1984 ആര് പ്രഖ്യാപിച്ചു? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് 1914. അത് കഴിഞ്ഞിട്ട് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. ആര് പ്രഖ്യാപിച്ചു? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. അടുത്ത് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 1985. തൊട്ടടുത്ത വർഷമാണ്. ആര് ഉദ്ഘാടനം ചെയ്തു? രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 ഉദ്ഘാടനം ചെയ്തു. ആര് ഉദ്ഘാടനം ചെയ്തു? രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ. അടുത്ത് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏത് ബയോസ്ഫിയർ റിസർവാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ നീലഗിരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് പറയുമ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ് നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മുടെ PSC കുറച്ച് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ നീലഗിരി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 2007 നമ്മുടെ സൈലന്റ് വാലിയെ നമ്മുടെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത്. ഒന്നുകൂടി, സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് എന്ന് പ്രഖ്യാപിച്ചു? 2007 പ്രഖ്യാപിച്ചു. അടുത്ത നമ്മുടെ പോയിന്റാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ഒരു ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പോൾ നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ. ഇപ്പോൾ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ് എന്നാണ്. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ് എന്നാണ്. ഈ ഒരു മക്കാക്ക സിലനസ് കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. ഓക്കെ. അടുത്ത് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണമെന്ന് പറയുന്നത് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണ്? അവിടെ വെടിപ്ലാവുകളുണ്ട്. അപ്പോൾ എന്താണ് വെടിപ്ലാവുകൾ? നിങ്ങൾ പല ക്ലാസ്സിലും പല ഇതിലും നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താണ് വെടിപ്ലാവ്? എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെടിപ്ലാവ് എന്ന് പറയുന്നത് എന്താണ്? അയണിച്ചക്ക എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ചെറിയൊരു ചക്ക പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് നമ്മളെ കുരങ്ങന്മാരൊക്കെ തിന്നുന്ന നമ്മൾ നോർമലി അതിങ്ങനെ പൊളിക്കുമ്പോൾ അത് ഗോൾഡൻ കളറുള്ള ചെറിയ വിത്തുകൾ, വെള്ള കളർ വിത്തുകളൊക്കെയുള്ള ചെറിയ മുള്ളുള്ള ആ ഒരു സംഭവമാണ് നമ്മുടെ ഇങ്ങോട്ടൊക്കെ അയണിച്ചക്ക എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ വെടിപ്ലാവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അല്ല, ചിലർ വെടിപ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തോ ജീവി എന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ചെറിയ വണ്ടെന്നൊക്കെ വിചാരിച്ച് കളയും. ഇതൊന്നുമല്ല, നമ്മുടെ അയണിച്ചക്കയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം അവിടെ ഏത് മരമുണ്ട്? അവിടെ വെടിപ്ലാവ് മരം ഉണ്ട്. ഓക്കെ. അടുത്ത് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സാറിലാറ്റ. അപ്പോൾ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്ട? കുലിനിയ എക്സാറിലാറ്റ. ശ്രദ്ധിച്ചു വെച്ച് പഠിക്കുക. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ. അടുത്ത് സൈലന്റ് വാലി എന്ന പേരിനു കാരണം എന്താണ്? സൈലന്റ് വാലി. അവിടെ ആരില്ല? നമ്മുടെ ചീവീട് മാമന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സൈലന്റ് വാലിയിൽ സൈലന്റ് ആ ഒരു സൈലന്റ് വാലി എന്ന പേരിന് കാരണം ആ ഒരു സൈലന്റ്നെസ് ആണ്. ആ സൈലന്റ് ആവാനുള്ള കാരണം എന്താണ്? സൈലന്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സൈലന്റ് വാലിയിൽ സൈലന്റ് ആവാനുള്ള കാരണം എന്താണ്? അവിടെ ആരില്ല? നമ്മുടെ ചീവീട് ഇല്ല. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ബ്രിട്ടീഷുകാരൻ? റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന് പറയുന്ന നമ്മുടെ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുലിനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? അത് റോബർട്ട് റൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ.
ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി. അപ്പോൾ മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഈ വെടിപ്ലാവുകൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ചെറിയൊരു മാറ്റമുണ്ട്. അതല്ല, വെടിപ്ലാവുകൾ വേറെ നമ്മുടെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട വേറൊരു ചെടിയാണ്. മാറിപ്പോയി, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഇപ്പോൾ വെടിപ്ലാവ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ അതിൻ്റെ ഫ്രൂട്ട് അതേപോലെ ഇരിക്കും, പക്ഷേ അതല്ല, മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളരും കുറുമ്പറുമാണ്. അപ്പോൾ സൈലന്റ് വാലിയിൽ കുറച്ച് ഗോത്ര വിഭാഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇരുളരും കുറുമ്പരും സൈലന്റ് വാലിയിൽ താമസിക്കുന്നവരാണ്. ഓക്കെ, അടുത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ആരാണ്? നമ്മുടെ കുന്തിമാമനാണ്, കുന്തിപ്പുഴയാണ്. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നമ്മുടെ കുന്തിപ്പുഴ. അതിങ്ങനെ പഠിക്കാൻ സിമ്പിളായിട്ട് പഠിക്കാം. ലൂടെ കുന്തി. എന്തോന്ന്? ലൂടെ കുന്തി. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ കുന്തി. ഓക്കെ, അടുത്ത് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആരാണ്? അത് തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ കുന്തി നിന്ന് തൂത. ലൂടെ കുന്തി നിന്ന് തൂത. ഓക്കെ ആണല്ലോ. അടുത്ത സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം അത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. അപ്പോൾ സൈലന്റ് വാലിയിൽ ആ സൈഡ് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? നമ്മുടെ മുക്കുറുത്തി ദേശീയോദ്യാനത്തിൽ എത്താം. അതെവിടെയാണ്? അത് തമിഴ്നാടാണ്. അപ്പോൾ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? അത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. ഒന്നുകൂടി പറയാം, സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്ട? അത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. അടുത്ത സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2009 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. നമ്മൾ 2006 ഒരു സ്റ്റാമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഓർമ്മയുള്ളവർ എന്ത് ചെയ്യുക? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നാണ്? 2009. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ സൈലന്റ് വാലിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അടുത്ത് ആനമുടിച്ചോലയാണ്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഇടിവരച്ചോല റിസർവ്, പുല്ലാരടിച്ചോല റിസർവ്, പിന്നെ ഏതാണ്? മന്നവൻ ചോല റിസർവ്. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവുകളാണ് ഇടിവരച്ചോല റിസർവ്, പുല്ലാരടിച്ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഒന്നുകൂടി പറയാം, ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവരച്ചോല റിസർവ്, പുല്ലാരടിച്ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഓക്കെ, അടുത്ത ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? നമ്മുടെ തൂവാനം വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഏത് വെള്ളച്ചാട്ടമുണ്ടാ? അവിടെ നമ്മുടെ തൂവാനം വെള്ളച്ചാട്ടം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു നമ്മുടെ ആനമുടിച്ചോല ദേശീയോദ്യാനത്തെക്കുറിച്ച് അത്രയും ടോപ്പിക്ക് ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്ത ടോപ്പിക്ക് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് മതികെട്ടാൻ ചോലയാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായിട്ട് പ്രഖ്യാപിച്ച പ്രദേശം അത് നമ്മുടെ മതികെട്ടാൻ ചോലയാണ്. അപ്പോൾ 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് നമ്മുടെ റിസർവ് വുഡ്ലാൻഡ് പ്രഖ്യാപിച്ച പ്രദേശമാണ് നമ്മുടെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം. അടുത്ത് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ്? അത് ഉടുമ്പൻചോലയാണ്. അപ്പോൾ മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ്? ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണത്? കാട്ടുമലയാണ്. അപ്പോൾ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? അത് കാട്ടുമല. ഏതാണ്? കാട്ടുമല. അപ്പോൾ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്ട? അത് കാട്ടുമലയാണ്. ഓക്കെ, അടുത്ത് മതികെട്ടാഞ്ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ.
അപ്പോൾ ഇതൊക്കെ പന്നിയാറിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ പുഴ. ഇതൊക്കെ എന്താണ്? ഇത് ഈ മൂന്നും നമ്മുടെ പന്നിയാറിൻ്റെ പോഷക നദികളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മതികെട്ടാൻ ചോലയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. 1897 നമ്മുടെ തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായിട്ട് പ്രഖ്യാപിച്ച പ്രദേശമാണ് നമ്മുടെ മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറയുന്നത് ഉടുമ്പൻചോല താലൂക്കാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് നമ്മുടെ കാട്ടുമല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞത് മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഇതൊക്കെയാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാറ്. ഇതൊക്കെ മൂന്നും നമ്മുടെ പന്നിയാറിൻ്റെ പോഷക നദികളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത് നമ്മുടെ പാമ്പാടും ചോലയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് നമ്മുടെ പാമ്പാടും ചോല ദേശീയോദ്യാനം. 1.32 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? നമ്മുടെ പാമ്പാടും ചോല ദേശീയോദ്യാനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാമ്പാടും ചോലയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതി. അടുത്ത നമ്മുടെ ഇത് കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാമ്പാടും ചോല വെച്ച് നിർത്താം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് നമ്മുടെ പാമ്പാടും ചോല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓവർ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുഴയും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു 5 ചോദ്യവും വെച്ചിട്ട് നിങ്ങളോട് ഓവർ ഇങ്ങനെ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം, അത് ഇത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങളുടെ സമയമേ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.